പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിലാണ്. കോഴഞ്ചേരി പാലം നമുക്കെല്ലാവർക്കും അറിയാം. താഴെ കൂടെ ഒഴുകുന്നത് പമ്പയാറ്. പമ്പയാറിൻ്റെ തീരത്തായി ഒരുക്കിയിരിക്കുന്ന പഴമയൊട്ട് നഷ്ടപ്പെടാതെ കെട്ടിയിരിക്കുന്ന പന്തൽ, ആ പന്തലിൻ്റെ ഉള്ളിലാണ് 131ാമത് മാരാമൺ കൺവെൻഷൻ. വിശ്വപ്രസിദ്ധമായ ഈ മാരാമൺ കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ മാരാമണ്ണിൻ്റെ വിശേഷങ്ങളും ഈ കൺവെൻഷൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണുവാനായിട്ട് പോവുകയാണ്. ഇതാണ് പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന പാലം. വളരെ ശാന്തമായി മന്ദമായിട്ട് ഒഴുകുന്ന ഈ ഒരു പമ്പയാറിൻ്റെ തീരത്താണ്. നമ്മൾ ബെയിലി പാലമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ ഇവിടെ എന്നാലിപ്പോൾ പുതിയ പാലം വന്നിരിക്കുന്നത് കൊണ്ട് ആ ഒരു മാരാമൺ പന്തൽ ഇവിടെ നിന്ന് കാണുവാനായിട്ട് പറ്റുകയില്ല. നമ്മൾ നേരെ മാരാമണിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. മാരാമണിലെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ടായിരിക്കും. ഇന്നത്തെ കൺവെൻഷൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചയുടെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മളിപ്പോൾ കോഴഞ്ചേരിയിൽ നിന്നും വരുമ്പോഴുള്ള നമ്മുടെ മാരാമണ്ണിലേക്കുള്ള റോഡിലാണ്. ഇത് കഴിഞ്ഞ ദിവസമാണ് ടാർ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് റോഡൊക്കെ. കടകളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഐശ്വര്യ ഗാർഡൻസ്, അതുപോലെ തന്നെ കായൽ ഉണക്കച്ചെമ്മീൻ വിൽക്കപ്പെടും. നമ്മുടെ KSRTC ബസ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ KSRTC ബസ്സൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ റെഡിയാണ്. മാരാമണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ പോയിൻ്റാണ്. അങ്ങനെ അതുപോലെ തന്നെ കാർഷിക ഗ്രാമ ഉൽപ്പന്ന വിതരണ കേന്ദ്രം. അപ്പോൾ ഈ റോഡുകളൊക്കെ ഇപ്പോൾ എല്ലാം ടാർ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ കൺവെൻഷൻ നഗറിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ജോസ് നഴ്സറി, ഇവിടെ നഴ്സറിയാണ്, ജോസ് നഴ്സറിയാണ്. അപ്പോൾ ഇവിടെ എല്ലാം കഴിഞ്ഞ വർഷം കടകളുണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം അങ്ങനെ അധികം കടകൾ കാണുന്നില്ല. ഇവിടെ മണ്ണാശ്ശേരി അഗ്രികൾച്ചർ ഫാം ഏറ്റവും വലിയ ഒരു നഴ്സറിയാണ്, ഫാമാണ്. ഇവിടെയാണ് കൂടുതൽ ഇതെല്ലാം ഇതിൻ്റെ ചെടികളും കൂടൊക്കെ കിട്ടുന്നത് ഇവിടെയാണ്. പിന്നെ ഇത് നമ്മുടെ മെയിൻ തിരുവല്ല കോഴഞ്ചേരി റോഡിലേക്ക് ചാടുന്നു. പിന്നെ ഇവിടെയും കടകളൊക്കെ വന്നു കഴിഞ്ഞു. ഇത് കണ്ടോ, ഇത് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ നേരെ മാരാമൺ മണപ്പുറത്തേക്ക് നമുക്ക് ഇറങ്ങാം. സാധാരണ ഉള്ള പോലെ തന്നെ ഇവിടെ കരിപ്പെട്ടിക്കട, സൈഡിൽ ഇങ്ങനെ കപ്പലണ്ടി, പിന്നെ തൊട്ടപ്പുറത്ത് ഐസ്ക്രീമിൻ്റെ കടകൾ. ഇവിടെ മറ്റ് കടകളൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നു. കടകളൊന്നും എല്ലാം സെറ്റായെന്ന് പറയാൻ പറ്റില്ല. പിന്നെ 99 രൂപയ്ക്ക് ചില ഐറ്റംസ് കിട്ടുന്ന കടകൾ, ഇത് ഫാൻസി ഐറ്റംസ് കിട്ടുന്ന കടകൾ. ഇതെല്ലാം ഇപ്പം പ്രത്യേകിച്ച് റോഡ് ടാർ ചെയ്തത് ഒരു വലിയ ഒരു നന്മയാണ്. റോഡ് അതൊരു എടുത്തു പറയത്തക്ക കാര്യം തന്നെയാണ്. കാരണം ഈ കൺവെൻഷൻ തുടങ്ങാറായ സമയത്തേക്ക് റോഡ് ശരിയായത് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കടകളൊക്കെ സത്യം പറഞ്ഞാൽ ഈ മാരാമണ്ണ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചും ഭയങ്കര ഒരു എനർജി നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം ഭയങ്കര കച്ചവട കേന്ദ്രങ്ങളായി മാറുകയാണ് ഈ ഒരാഴ്ചക്കാലം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പാലത്തിൻ്റെ ഇവിടെയാണ് പുതിയ പാലം വരുന്നത്. അപ്പോൾ പാലത്തിൻ്റെ പണികളൂടി ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വേഗം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതുവഴിയുള്ള ഗതാഗതം ആരംഭിക്കും. അപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടുപോകാം. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഈ കടകൾ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ മിഠായി കടകളാണിത്. മസാല പോപ്കോൺ, പിന്നെ അപ്പുറത്ത് കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നുണ്ട്. മസാലകളും പോപ്കോണുകളും കാര്യങ്ങളും എല്ലാം. അങ്ങനെ നമ്മൾ പമ്പയാറിൻ്റെ തീരത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഇതിപ്പം കൺവെൻഷൻ നഗറിലേക്ക് ഇറങ്ങാൻ പോകുന്ന സ്ഥലമാണ്. അവിടെയും ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. ഇതൊരു ചെറിയ ഗാർഡൻ, ബിന്ദു സീഡ്സ് നഴ്സറി എന്നാണ്. അപ്പോൾ ആ നഴ്സറികളുണ്ട്, കരിപ്പെട്ടികളുണ്ട്, മസാലക്കൂട്ടുകളുണ്ട്, പുതപ്പുകളുണ്ട്. ഉണ്ടോ? അങ്ങനെ നമ്മൾ കൺവെൻഷൻ നഗറിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ കൺവെൻഷൻ പാട്ടുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗായക സംഘം പാട്ടുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കണ്ടോ, നിരവധി ആൾക്കാർ, വിശ്വാസികളുടെ പ്രവാഹമാണ് ഇവിടേക്ക്. നമ്മളങ്ങനെ ബെയിലി പാലത്തിലേക്ക് ഇറങ്ങുകയാണ്.
ഇതാണ് വേലിപ്പാലം. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു എൻ്റെ ചാനലിൽ. വേലിപ്പാലത്തിലൂടെ ഇങ്ങനെ നിരവധി വിശ്വാസികൾ ഇങ്ങനെ അവിടെ ആ കാർപ്പറ്റൊക്കെ ഇട്ട്, റെഡ് കാർപ്പറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ റെഡ് കാർപ്പറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. എന്നാലിപ്പോൾ റെഡ് കാർപ്പറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഇതുവഴി ഇപ്പോൾ നടന്നു പോകുന്നത്. ഇതൊരു വലിയ അനുഭവമാണ് എല്ലാവർക്കും. കാരണം ഈ വേലി പാലത്തിലൂടെ നടന്ന് കൺവെൻഷൻ നഗറിലേക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 130 വർഷത്തെ പാരമ്പര്യം വിളിച്ചോതുന്ന ഈ മാരാമൺ മണപ്പുറത്തെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്ന ഈ ഒരു മാരാമൺ കൺവെൻഷൻ്റെ ഈ ഒരു കാഴ്ചകളിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇത് സ്റ്റാളുകളാണ്. മാർത്തോമ സഭ ബുക്ക് ഡിപ്പോ, യുവജന സഖ്യം ഭക്ഷണശാല. മാരാമൺ കൺവെൻഷൻ അടുത്ത ഒരാഴ്ച, അതായത് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7:30 മുതൽ 8:30 വരെ ബൈബിൾ ക്ലാസുകൾ കൺവെൻഷൻ പന്തലിലും കുട്ടികൾക്കുള്ള യോഗം CSSMൻ്റെ നേതൃത്വത്തിൽ കുട്ടിപ്പന്തലിലും നടക്കും. എല്ലാ ദിവസവും രാവിലത്തെ പൊതുയോഗം 9:30 ഗാന ശുശ്രൂഷ കൂടി ആരംഭിച്ച് 12 മണിക്ക് അവസാനിക്കുന്നതാണ്. സായാഹ്ന യോഗങ്ങൾ വൈകിട്ട് 6 മണിക്ക് ഗാന ശുശ്രൂഷ കൂടി ആരംഭിച്ച് 7:30 സമാപിക്കും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് 2:30 കുടുംബവേദി യോഗങ്ങളും ബുധനാഴ്ച 2:30 സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള യോഗവും ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ, മറ്റ് മത നേതാക്കന്മാർ, സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ഒക്കെ, രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുത്ത ഈ യോഗത്തിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 22ാം മാർത്തോമയുമായ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ തന്നെ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലിക്സ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കുന്നു. വിവിധ യോഗങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും അഭിമന്യ തിരുമേനിമാർ നേതൃത്വം നൽകും. അഭിമന്യരായ എല്ലാ തിരുമേനിമാരെയും ഏറെ ആദരവോടും സന്തോഷത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 131ാമത് മാരാമൺ കൺവെൻഷന്റെ ഈ അനുഗ്രഹീത വേദിയിൽ പ്രൊഫസർ ക്ലിയോഫസ് ജെ ലാറുവിനെയും സഹധർമ്മിണി ലോറി ആൻഡ് നെഫ് ലാറുവിനെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ അഭിമന്യ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെയും അഭിമന്യ തിരുമേനിമാരുടെയും മാർത്തോമ സുവിശേഷ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് തിരുമേനിയുടെയും മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെയും പേരിൽ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2026 മാരാമൺ കൺവെൻഷൻ സമാരംഭിച്ചു. ഇവിടെ നാം കേൾക്കുന്ന ഓരോ സന്ദേശവും ദൈവാന്വേഷണത്തെ ഉണർത്തുകയും മറഞ്ഞു കിടക്കുന്ന ആത്മീയ തകർച്ചകളെ വെളിച്ചത്തിലാക്കുകയും നിത്യജീവന്റെ യാഥാർത്ഥ്യത്തേക്ക് നമ്മെ ആകർഷിക്കുകയും ചെയ്യണം. ദൈവവചനം നമ്മുടെ ചിന്തകളെയും മുൻഗണനകളെയും തീരുമാനങ്ങളെയും ദിശകളെയും ആകമാനം പുനർക്രമീകരിക്കുവാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവകരുണയുടെ കണ്ണിലൂടെ അവരുടെ കാണുവാനും സങ്കുചിതമായ മനസ്സാമൂഹ്യ അതിരുകൾ തകർക്കുവാനും ആരെ ഒഴിവാക്കാനാകാത്ത ദൈവരാജ്യ ദർശനത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിപുലീകരിക്കുവാനും ഈ കൺവെൻഷൻ നമ്മെ വെല്ലുവിളിക്കുന്നു. 2026 മാരാമൺ കൺവെൻഷൻ അവസാനിക്കുമ്പോൾ നാം വെറും ശ്രോതാക്കളായിട്ട് അല്ല, അയക്കപ്പെട്ട സാക്ഷികളായി നമ്മുടെ ഭവനങ്ങളിലേക്കും പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും മടങ്ങി പോകുമ്പോഴാണ് ഈ നദീതീര സംഗമം വ്യക്തിജീവിതങ്ങളെയും സമൂഹത്തെയും സഭയും തന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് ഒരുക്കട്ടെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് 131ാമത് മാരാമൺ കൺവെൻഷൻ ഏറെ വിനയപൂർവ്വം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആ ശ്രേഷ്ഠമായ പാരമ്പര്യം നമുക്ക് കാത്തു പരീക്ഷിക്കാം. വചന ശുശ്രൂഷ വിശേഷ പാടുപാട് എഴുന്നേൽക്കാം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഭാരതത്തെ ഒന്നാകെ ദൈവസ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ ദൈവം നൽകിയ അനുഗ്രഹമാണ് ഈ കൺവെൻഷൻ. നേതൃത്വം നൽകുന്നവരെയും ശുശ്രൂഷകരെയും പങ്കെടുക്കുന്നവരെയും നമ്മുടെ ഈ ദേശത്തെയും രാജ്യത്തെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി 8 ദിനങ്ങൾ നമുക്ക് പന്തലിന്റെ തടയിൽ ഒത്തുചേരാൻ വചനത്തിനായി കാതോർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭയുടെ പരമാധ്യക്ഷൻ പോസ്റ്റ് ഡോക്ടർ
തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, സഫർഗൻ മെത്രാപ്പോലീത്ത തിരുമേനിമാരെ, മറ്റ് തിരുമേനിമാരെ, ഇന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതായ പ്രൊഫസർ പമ്പയുടെ വിരിമാറിൽ മാരാമൺ മണപ്പുറം ഒരു ആത്മീയ സംഗമത്തിനു കൂടി വേദി ഒരുക്കുകയാണല്ലോ. ഇന്ന് 131ാമത് മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിക്കുകയും ആത്മസംതൃപ്തി പ്രാപിക്കുകയും ചെയ്യുന്നതായ അനുഭവമാണ്. ഉറവയിൽ നിന്നും പാനം ചെയ്ത് നവജീവന്റെ അനുഭവത്തിൽ മാരാമൺ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്ന പ്രാർത്ഥനാലയം എന്ന ഒരു ഇതാണ് പ്രാർത്ഥനാലയം. അതുപോലെ തന്നെ ഈ പൊരിവേലത്ത് നല്ല ചൂടുള്ള സമയവും നിരവധി വിശ്വാസികളാണ് ഈ മാരാമൺ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്നത്. അവിടെ രണ്ട് സൈഡുകളിലുമായിട്ട് സഭയുടെ വിവിധ സ്റ്റാളുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഓരോ ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ള ഓരോ മിഷൻ ഫീൽഡുകളുടെയൊക്കെ അല്ലെങ്കിൽ ഓരോ സംഘടനകളുടെ ഒക്കെ സ്റ്റാളുകൾ അവിടെ ഉണ്ട്. അവിടെയൊക്കെ അനേകർക്ക് അവിടെ കടന്നു വന്ന് അവിടെ അവരുടെ സാന്നിധ്യം തെളിയിക്കുന്നുണ്ട്. ഇത് സെമിനാരിയുടെ ഒരു എക്സിബിഷൻ സ്റ്റാളാണ്. അപ്പോൾ അതിനകത്തെ കാഴ്ചകളും ഞാൻ പിന്നീട് ഇത് കാണിക്കാം. ഈ സൈഡിൽ കാണുന്ന കുട്ടിപ്പന്തലിനോട് ചേർന്നുള്ള ഒരു ഭദ്രാസന ഓഫീസുകളാണ്. അപ്പോൾ സഭയ്ക്ക് നിരവധി ഭദ്രാസനങ്ങളുണ്ട്. ആ ഭദ്രാസനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ മിഷൻ ഫീൽഡുകളുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മണപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്തെ ഉള്ള കാഴ്ചകളൊക്കെ ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഈ ഒരു സെമിനാരിയുടെ അകത്ത് എന്തൊക്കെ കാഴ്ചകളാണ് കാണുവാനുള്ളതെന്ന് ഞാൻ പിന്നീട് കാണിക്കും. അങ്ങനെ ഫെബ്രുവരി 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെ മാരാമൺ മണപ്പുറത്ത് നടക്കുന്ന ഈ ഒരു കൺവെൻഷനിലേക്ക് ജാതി മത ഭേദമന്യേ നിരവധി ആൾക്കാർ, നിരവധി വിശ്വാസികൾ മാർത്തോമാ സഭയെ കൂടാതെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കീഴിലാണ് നടക്കുന്നതെങ്കിലും ക്രൈസ്തവ ലോകം ഒന്നടങ്കം ഇവിടേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഈ മാരാമൺ മണപ്പുറത്തേക്ക് പമ്പയാറിൻ്റെ തീരത്ത് നടക്കുന്ന ഈ ഒരു മാരാമൺ കൺവെൻഷനിലേക്ക് ആദ്യ ദിനം തന്നെ നിരവധി വിശ്വാസ സമൂഹമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. അപ്പോൾ ഇതിൻ്റെ കൂടുതലും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേറ്റ് വിത്ത് സൈനിങ് ഔട്ട്. ബൈ ബൈ, സീ യു.